Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ ഇൻവാഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, കുഴപ്പമില്ല, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, കേട്ടില്ലേ? ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സമ്പൽ സമൃദ്ധി വളരെയധികം പേര് കേട്ടൊരു സമ്പൽ സമൃദ്ധിയായിരുന്നു ഇന്ത്യയുടെ. അപ്പോൾ ഇത് കേട്ടിട്ട് പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നു. ഇത് കേട്ടിട്ട് ഇന്ത്യയുടെ ആ സമ്പൽ സമൃദ്ധി, ഇന്ത്യയിൽ കുറേയധികം വിളകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഈ ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. എന്നിട്ട് അവരിവിടെ താമസാക്കി നമ്മുടെ എല്ലാ അവകാശങ്ങളും അവർ പിടിച്ചെടുത്തു. അപ്പോൾ പിടിച്ചെടുത്തപ്പോൾ ജനങ്ങൾക്ക്, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു അവകാശം ഇല്ലാണ്ട് അവരെ വളരെയധികം നിന്ദിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ അവിടെ പെരുമാറിയിരുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമുക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങൾ കുറേയധികം ജനങ്ങളിങ്ങനെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവരിൽ നിന്ന് എന്തുണ്ടായി? നേതാക്കളും പോരാളികളും, മഹാന്മാരായ നേതാക്കളും പോരാളികളും ഉണ്ടായി. അപ്പോൾ ഈ യൂറോപ്യരുടെ ഈ അധിനിവേശം, അതായത് യൂറോപ്യന്മാരാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ അവകാശങ്ങളൊക്കെ പിടിച്ചെടുത്തതിനെ കുറിച്ചുള്ള ആദ്യകാല അതിനെക്കുറിച്ചുള്ള ചെറുത്തുനിൽപ്പുകൾ നമ്മൾ ചെറുത്തുനിൽക്കുക, അതായത് ഈ നേതാക്കളും പോരാളികളൊക്കെ ഉണ്ടായില്ല ഇന്ത്യയിൽ നിന്ന്. അപ്പം ഇവരെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് നിലനിൽപ്പിനെ കുറിച്ചുള്ള, അതായത് ഇന്ത്യയുടെ നിലനിൽപ്പ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആദ്യകാല ഒരു അന്വേഷണത്തെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഈ പാഠഭാഗത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഷോർട്ട് നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷോർട്ട് നോട്ടിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര ശ്രമങ്ങളുടെ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരാദ്യം 1601 ഏപ്രിലായിരുന്നു ആദ്യത്തെ കപ്പൽ അവരയക്കുന്നത്. എന്നിട്ട് അവർ ആ 4 കപ്പലുകളും ഇവിടെ നിന്ന് കുരുമുളകും മറ്റുൽപ്പന്നങ്ങളായിട്ട് അവർ 18 മാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി. വീണ്ടും അവർ എന്ത് ചെയ്തു? വീണ്ടും കപ്പലുകൾ അയച്ചു. പക്ഷേ മടക്കയാത്രയിൽ എന്തായി? 2 കപ്പലുകൾ തകർന്നിട്ട് അതിലേക്ക് മിക്ക നാവികരും മരണപ്പെടുക ചെയ്തിട്ട്. പിന്നീട് 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിയൊക്കെ ആയിട്ട് നിറച്ച കപ്പലുകൾ വീണ്ടും ഇംഗ്ലണ്ടിലെത്തി. അങ്ങനെ എത്തിയതും എന്താണ്? ഇന്ത്യ കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നതാണ് മുതലിൻ്റെ 95% ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും ബുദ്ധിമുട്ടേറിയ, അതായത് കുറേ നാളുകൾക്ക് ശേഷം, ഇവിടുന്ന് കയറ്റി വെച്ച് കുറേ നാളുകൾക്ക് ശേഷം അവിടെ എത്തണം. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? അത് നമുക്ക് നോക്കാം. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ആദ്യം മുതലേ തന്നെ എന്തായിരുന്നു? നമ്മുടെ യൂറോപ്യൻസിന് വേൾഡിലെ മിക്ക പാർട്ടിലും എന്തുണ്ടായിരുന്നു? അവർക്ക് ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അവർ കരമാർഗത്തിലൂടെയാണ് എന്ത് ചെയ്തിരുന്നത്? ഒരു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത്. പക്ഷേ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിനുണ്ടായ കാരണം എന്താണ്? അതായത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടെ പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ ആ ഭാഗം തുർക്കികൾ പിടിച്ചെടുത്തപ്പോൾ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആ ഭാഗം, അതായത് കരമാർഗത്തിലൂടെയാണ് ഈ വ്യാപാരബന്ധം ഉണ്ടാക്കിയിരുന്നത്. ആ ഭാഗം ആര് പിടിച്ചെടുത്തു? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ അവർക്ക് കരമാർഗത്തിലൂടെ അവർക്ക് വ്യാപാരബന്ധം നടക്കില്ല, അല്ലേ?
അവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്നും അവർക്ക് ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ തടഞ്ഞപ്പോൾ തുർക്കികൾ അവിടെ പിടിച്ചെടുക്കുകയും ഇതുവഴി യൂറോപ്പിലുള്ള വ്യാപാരമൊന്നും തടയുകയും ചെയ്തപ്പോഴെന്ത് ചെയ്തു, അവർ സമുദ്രത്തിലൂടെ ഒരു പുതിയ പാത കണ്ടെത്തുന്നതിന് അവർ നിർബന്ധിതരായി. അവർക്ക് അത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവർക്ക് യൂറോപ്യർ സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളുണ്ട്. എന്തായിരിക്കാം അത്? അവർക്ക് വെറുതെ സമുദ്രപാത കണ്ടെത്താൻ പറ്റില്ല, വഴി കാര്യങ്ങൾ എല്ലാം കണ്ടെത്തണം. അപ്പം അതിലേക്ക് അവരെ നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് യൂറോപ്യര് കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ തന്നെ കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. പിന്നത്തെയാണ് ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജിയോഗ്രഫി, അതായത് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. പിന്നെയാണ് അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്, അതായത് ഭൂപട നിർമ്മാണം അതുപോലെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് എന്നിവയിലുണ്ടായ പുരോഗതി. ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേഗേഴ്സ് പ്രൊവൈഡഡ് നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദർ വെൽത്ത്, അതായത് പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. പിന്നെ എന്തൊക്കെ കാരണങ്ങൾ? അത് കമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രൊഡക്റ്റ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. പിന്നെന്താ? യൂറോപ്പിലെ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. പിന്നെന്താണ്? കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ ബൈ ദ ട്രക്സ്. പിന്നെന്താണ്? തുർക്കികൾ കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇതൊക്കെ കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അവർക്ക് ഒരു സമുദ്രപാത കിഴക്ക് ദിശയിലേക്ക്, യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ. മെയിൻ കാരണം എന്താണ്? അവർ തുർക്കികൾ കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചിറക്കിയപ്പോൾ അവർക്ക് ഈ വ്യാപാര ബന്ധത്തിന് തടസ്സമുണ്ടായി. അപ്പോൾ അവരെന്തായാലും അവർക്ക് വ്യാപാര ബന്ധം നടത്തണം. കാരണം എന്താണ്? അവിടെ കുരുമുളക് അടക്കമുള്ള ഈ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം കച്ചവട സാധ്യതയുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്താണ്, അവർക്ക് എന്തായാലും ഈ വ്യാപാര ബന്ധത്തിൽ അവർക്ക് എന്തായാലും വ്യാപാര ബന്ധം നടത്തിയേ പറ്റൂ. അപ്പോൾ അവർ എന്ത് ചിന്തിച്ചു? അവർക്ക് ഈ കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ കപ്പൽ യാത്രയിലൊക്കെ വളരെയധികം സാങ്കേതിക പുരോഗതി ഉണ്ടായിരുന്നു. പിന്നെ ഭൂമിശാസ്ത്രപരമായ പരിജ്ഞാനത്തിലുള്ള വളർച്ച ഉണ്ടായിരുന്നു. പിന്നെ ഈ കോമ്പസ്, അവർക്ക് എന്താ പറയുക, മാപ്പ് മേക്ക് ചെയ്യാം, മാപ്പ് നോക്കിയിട്ട് പോകാനുള്ള, അതുപോലെ തന്നെ കോമ്പസ് വഴി അവരുടെ ദിശ അറിയാനൊക്കെയുള്ള അതിനുള്ള ഉണ്ടായിട്ടുള്ള പുരോഗതി കാര്യങ്ങൾ, അതൊക്കെ എന്താണ് ഇവരെ ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് യൂറോപ്പിൽ 15th സെഞ്ച്വറിയിൽ 15th സെഞ്ച്വറിയിൽ അവർ 15th സെഞ്ച്വറിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത യൂറോപ്യർ കണ്ടെത്തുന്നതിന് നയിച്ചിട്ടുള്ള പ്രധാന കാരണങ്ങൾ. ഓക്കെ, അപ്പം അതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യൂറോപ്യർക്ക് കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താൻ പ്രേരണയായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് നോക്കുക. വാട്ട് were the main factors that inspired Europeans to find a sea route to the east? കിഴക്ക് ദിശയിലേക്ക് സമുദ്രപാത കണ്ടെത്താൻ യൂറോപ്യരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് അത് നോക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലെ വ്യാപാരപരമായ പ്രാധാന്യം എന്തായിരുന്നു, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ആരാണ്, അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു യൂറോപ്യർ കിഴക്ക് ദേശത്തിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തി എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിൽ ഏറ്റവും ആദ്യത്തെ യൂറോപ്യർ ആരായിരുന്നു? കടൽ മാർഗം വഴി ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യർ പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരിൽ വാസ്കോഡഗാമയാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. കേട്ടില്ലേ? അപ്പോൾ പോർച്ചുഗീസുകാരായിരുന്നു ഏറ്റവും ആദ്യം കടൽ മാർഗം വഴി ഇന്ത്യയിലെത്തിയ യൂറോപ്യർ. അതിൽ വാസ്കോഡഗാമയാണ് ഇന്ത്യയിലെത്തിയിട്ടുള്ള ആദ്യത്തെ പോർച്ചുഗീസുകാരൻ. ഓക്കെ, ദ പോർച്ചുഗീസ് were the first Europeans to reach India by sea. Vasco da Gama from Portugal was the first to reach India by sea. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മാപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാപ്പ് നിരീക്ഷിച്ചിട്ട് നമ്മളോട് വാസ്കോഡ ഗാമയുടെ കപ്പൽ യാത്ര
ആരംഭിച്ച സ്ഥലം, അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം, വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോ ഡ ഗാമ വോയാഗ് ഏതാണ്, എവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗൽ ലിസ്ബൺ എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ വട്ടം വരച്ച് കൊടുത്തതുണ്ടോ? എല്ലാവരും ഇതിലേക്ക് നോക്കുക, സ്ക്രീനിലേക്ക് നോക്കുക. പോർച്ചുഗലിൽ ലിസ്ബണിലാണ് വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത്. അവിടെ നിന്ന് എവിടേക്കാണ് എത്തിയിട്ടുള്ളത് നോക്കി. ദ പ്ലേസ് വെർ വാസ്കോ ഡ ഗാമ അറൈവ്ഡ്, കാപ്പാട് നിയർ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിലാണ് ആരെത്തിയിട്ടുള്ള വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നുള്ള സ്ഥലം, റീച്ച് ചെയ്തിട്ടുള്ള സ്ഥലം, അറൈവ് ചെയ്തിട്ടുള്ള സ്ഥലം. ദ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് വെർ ഹി ട്രാവേഴ്സ്ഡ്, അതായത് അദ്ദേഹം ഏത് വൻകരകളിലൂടെയും അതുപോലെ തന്നെ ഏത് സമുദ്രങ്ങളിലൂടെയാണ് പിന്നിട്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നോക്കൂ. അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അതാണ് ഓഷ്യൻസ്. അതുപോലെ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്? ആഫ്രിക്ക, ഏഷ്യ ആൻഡ് യൂറോപ്പ്. മനസ്സിലായോ? ആഫ്രിക്ക, ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഇതിലൂടെയാണ് വാസ്കോ ഡ ഗാമ ഇതിലൂടെയാണ് വാസ്കോ ഡ ഗാമ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാവുന്നത് വോയാഗ് ഓഫ് ദി പോർച്ചുഗീസ് ടു ഇന്ത്യയാണ്. അതായത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. അതായത് 1498 പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ കേരളത്തിലെ കോഴിക്കോട് എന്ന സ്ഥലത്ത് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു ഈ കോഴിക്കോടുമായിട്ടുള്ള വ്യാപാര ബന്ധം ചെയ്തിരുന്നത്. പക്ഷെ അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് ഈ വ്യാപാര അനുമതി നൽകണമെന്ന് ഈ വാസ്കോ ഡ ഗാമ സാമൂതിരിയോട് പറഞ്ഞു. പക്ഷേ സാമൂതിരി അത് അംഗീകരിച്ചില്ല. തുടർന്ന് വാസ്കോ ഡ ഗാമ കണ്ണൂരിലെത്തിയിട്ട് കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് ഈ വ്യാപാര അനുമതി നേടിയെടുത്തു. പിന്നെ കുരുമുളക് ഉൾപ്പെടെയുള്ള കുറേയധികം ഉൽപ്പന്നങ്ങൾ അദ്ദേഹം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടിയോളം മൂല്യമുള്ള ചരക്കുകളാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയത്. അപ്പോൾ ഗാമയുടെ ഈ ഒരു യാത്ര, ഇത്രയും ലാഭകരമായിട്ടുള്ള ഈ ഒറ്റ യാത്രയിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് വന്നിട്ട് വീണ്ടും കച്ചവട യാത്രകൾ നടത്താൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒരു പ്രേരണയുണ്ടായി. അങ്ങനെ അവർ വന്നിട്ട് വീണ്ടും സാമൂതിരി അവർക്ക് ഒരു വ്യാപാര കുത്തകയൊന്നും നൽകിയില്ല. അവർക്കൊരു ഏകാവകാശം, അവർക്ക് ഒരു വ്യാപാര ബന്ധത്തിലൊരു ഏകാവകാശമൊന്നും അവർക്ക് പോർച്ചുഗീസുകാർക്ക് കൊടുത്തില്ല. തന്മൂലം എന്തുണ്ടായി? ഈ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഒരു സംഘർഷം ഉണ്ടായി. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശക്തമായൊരു എതിർപ്പ് ആരുടെ ഭാഗത്തു നിന്ന്? സാമൂതിരിയുടെ നാവികത്തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ സാമൂതിരിയുടെ നാവികത്തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. അപ്പോൾ കുഞ്ഞാലി മരക്കാരിൽ അവർക്ക് കുറേയധികം ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നു. പക്ഷേ കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പിന്നീട് ഇന്ത്യയിൽ നിന്നും ഒരു ഭീഷണിയും പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ കുഞ്ഞാലി മരക്കാർ ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് ആരായിരുന്നു? കുഞ്ഞാലി മരക്കാറാണ്. കുഞ്ഞാലി മരക്കാർ എന്നൊരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ഓക്കെ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാർ അവിടെ ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞത്. സാമൂതിരിയുടെ അധപതനം എന്ന് പറഞ്ഞ് പോർച്ചുഗീസുകാരുടെ ആധിപത്യമല്ലേ. അങ്ങനെ കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും അവിടെ ആരംഭിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് വായിക്കാം. ഇൻ 1498 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. His arrival paved the way of European dominance in India. At that time, Kozhikode was ruled by who ruled Kozhikode? സമൂറിൻ ഡിനാസ്ട്രി, അതായത് സാമൂതിരി ആണ് അവിടെ രാജവംശം അവിടെ ഭരിച്ചിരുന്നത്. ദ അറബ് കൺട്രോൾഡ് ദ ഫോറിൻ ട്രേഡ് വിത്ത് കോഴിക്കോട്. കോഴിക്കോടുമായിട്ട് വ്യാപാര ബന്ധം ആരായിരുന്നു? അറബികളായിരുന്നു. ദ സമൂറിൻ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് ദി പോർച്ചുഗീസ് ടു എക്സ്പെൽ ദ അറബ്സ് ആൻഡ് ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്.
അവർ സാമൂരി അവർക്കൊരു മൊണോപ്പോളി അല്ലെങ്കിൽ ഒരു പെർമിഷൻ അവർക്ക് കൊടുത്തിട്ടില്ല പോർച്ചുഗീസുകാർക്ക്. സോ അവർ തമ്മിൽ എന്തുണ്ടായി? അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അപ്പോൾ എന്താ ഉണ്ടായത്? വാസ്കോഡ ഗാമ അവർക്ക് സാമൂതിരി പോർച്ചുഗീസുകാരെ ഒക്കെ ആ ഒരു വ്യാപാര ബന്ധം, അതായത് അറബുകാരെ തടഞ്ഞിട്ട് അറബുകാർക്ക് കൊടുക്കാതെ ഞങ്ങൾക്കത് വേണമെന്ന് സാമൂതിരിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ സാമൂതിരി അത് കൊടുത്തില്ല. ആ ഒരു ട്രേഡിംഗ് റൈറ്റ് അല്ലെങ്കിൽ ഒരു വ്യാപാര ബന്ധം അവർക്ക് തമ്മിൽ കൊടുത്തില്ല. അപ്പം എന്ത് ചെയ്തു? വാസ്കോഡ ഗാമ എവിടേക്കാണ് പോയത്? കോലത്തിരി രാജാവ്, കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് അനുമതി നേടിയെടുത്തു. വ്യാപാര ബന്ധത്തിന് പെർമിഷൻ നേടിയെടുത്തു. എന്തിന്? ട്രേഡിന് വേണ്ടിയിട്ട്. സോ ഹി ദെൻ റിട്ടേൺ ടു ദ പോർച്ചുഗൽ ആഫ്റ്റർ കളക്ടിങ് പ്രൊഡക്റ്റ് ഇൻക്ലൂഡിങ് പെപ്പർ. അപ്പോൾ അങ്ങനെ പെപ്പർ അടക്കമുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ വാസ്കോഡ ഗാമ പോർച്ചുഗലിലേക്ക് യാത്രയായി. ഈ ഒരു ഇത്രയധികം ഐറ്റംസ് അവർ കൊണ്ടുപോയി. അത് എന്തായിരുന്നു? വാസ്കോഡ ഗാമ യാത്രയുടെ കോസ്റ്റ് ഓഫ് ദി ജേണിയുടെ 60 ടൈംസ് ഗുഡ്സ് ആയിട്ടാണ്, 60 ടൈംസ് വർത്തുള്ള ഗുഡ്സ് ആയിട്ടാണ് വാസ്കോഡ ഗാമ ഇവിടുന്ന് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയധികം പ്രോഫിറ്റ് കിട്ടിയപ്പോൾ പോർച്ചുഗീസുകാർക്ക് എന്തായി? വീണ്ടും ഇവിടെ വന്നിട്ട് എന്ത് നടത്താൻ ഒരു കമേഴ്ഷ്യൽ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ജേണി, എന്താ പറയുക, ഒരു വ്യാപാര ബന്ധം വീണ്ടും തുടങ്ങാൻ വീണ്ടും വേണമെന്ന് അവർക്കൊരു ഉൾപ്രേരണ ഉണ്ടായി. അങ്ങനെ പിന്നെ വീണ്ടും സാമൂരിൻ അവർക്കൊരു മോണോപോളി ഒന്നും പോർച്ചുഗീസുകാർക്ക് കൊടുത്തില്ല. അപ്പോൾ അവർ തമ്മിൽ സാമൂറിനും അതുപോലെ പോർച്ചുഗീസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഏറ്റവും കൂടുതൽ സ്റ്റിഫായിട്ട് റെസിസ്റ്റ് ചെയ്തിരുന്നത് കുഞ്ഞാലിമരക്കാരായിരുന്നു. കുഞ്ഞാലിമരക്കാരെന്ന് പറയുന്നത് അവരുടെ നേവൽ ചീഫാണ്. സാമൂതിരി രാജവംശത്തിൻ്റെ നേവൽ ചീഫാണ് ആര്? കുഞ്ഞാലിമരക്കാരുടെ ഡെത്തോടെ അവരുടെ ആ ഒരു കഴിഞ്ഞപ്പോൾ എന്തായി? പോർച്ചുഗീസുകാർക്ക് പിന്നീട് ഒരു ത്രട്ടനിങ്ങും ഇന്ത്യയിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓഫ് ദി പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ അവർ എന്താ പറയുക കൊണ്ടുവന്നിട്ടുള്ള പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ്. കുറച്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിള്, ചെയർ, അൽമിറ, അതുപോലെ തന്നെ വിൻഡോ, പെൻ, സാക്ക്, ഇതൊക്കെ അവിടേക്ക് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. അതുപോലെ തന്നെ പിന്നെന്തൊക്കെയാണ് പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിലെ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. എന്തൊക്കെയാണ്? കാഷ്യൂ ട്രീ, പപ്പായ, ഗുവ ആൻഡ് പൈനാപ്പിൾ വർ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള? കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയ പരിചയപ്പെടുത്തി. പിന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? നെക്സ്റ്റ് എന്താണ്? ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. അതായത് ഫസ്റ്റ് യൂറോപ്യൻ പോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട, കൊച്ചിയിൽ സ്ഥാപിച്ചു. നെക്സ്റ്റ് എന്താ? ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ഡാം ആൻഡ് ഡിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് ദി പോർച്ചുഗീസ്. പിന്നെന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൽ കീഴിലായി. പിന്നെന്താണ്? പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. അതായത് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. പിന്നെന്താണ്? ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗംകളി വർ പോപ്പുലറൈസ്ഡ്. ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. പിന്നെന്താണ്? യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. അതായത് യൂറോപ്യൻ ശൈലിയുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. അതുപോലെ തന്നെ എന്താണ്? ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വർ സ്റ്റാർട്ടഡ്. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതാണ് എന്ത്? യൂറോപ്യൻകാർ പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിലെ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ. ഓക്കെ, ഇപ്പം നമ്മൾ സ്വാധീനം നമ്മൾ കണ്ടില്ലേ, എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടു. ഇത് നമ്മളോട് പൊളിറ്റിക്കൽ ഫീൽഡ്, അഗ്രികൾച്ചറൽ സെക്ടർ, നോളജ് സെക്ടർ, കൾച്ചറൽ സെക്ടർ, ഇതുപോലെ 4ആയിട്ട് ഇത് പട്ടികപ്പെടുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക.
പൊളിറ്റിക്കൽ ഫീൽഡിൽ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ ഫോർട്ട് മാനുവൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. പിന്നെ ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ, ഡാമൻ ആൻഡ് ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് പോർച്ചുഗീസ്. ഇതാണ് പൊളിറ്റിക്കൽ ഫീൽഡ്, അതായത് രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. പിന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ എന്താ? കാഷ്യൂ ട്രീ, പപ്പായ, ഗൂവ, പൈനാപ്പിൾ, പെറിൻട്രീസ്, ഇതൊക്കെ അവരെ പരിചയപ്പെടുത്തി. പിന്നെ എന്തൊക്കെയാണ് നോളജ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത്? പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്, ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ആൻഡ് ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്, ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഫോർ സ്റ്റാർട്ടഡ്. ഇതാണ് നോളജ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത് മാറ്റം. പിന്നെ കൾച്ചറൽ സെക്ടറിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ആർട്ട് ഫോം സച്ച് എസ് ചവിട്ട് നാടകം, മാർഗംകളി വർ പോപ്പുലറൈസ്ഡ്, യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. ഇതൊക്കെയാണ് കൾച്ചറൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡച്ചുകാരെ കുറിച്ച്. ഓക്കെ, ഡച്ചുകാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന അടുത്ത യൂറോപ്യരായിരുന്നു ഡച്ചുകാരായിരുന്നു. അവർ ഹോളണ്ട്, നെതർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു. ഡച്ചുകാര് എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഡച്ചുകാരുടെ. ഓക്കെ, കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഓക്കെ, അങ്ങനെ ഡച്ചുകാർ കീഴടക്കി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്, ബാറ്റിൽ ഓഫ് കുളച്ചൽ. നോക്കാം നമുക്ക്. കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് 1741 കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. അതോടുകൂടി ഇന്ത്യയിലെ അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു യുദ്ധമായിരുന്നു ഇത്, കുളച്ചൽ യുദ്ധം. ഇവിടെ ഒരു കുളച്ചൽ യുദ്ധ സ്മാരകം എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അതായത് ആ യുദ്ധത്തിന്റെ സ്മാരകമായിട്ടാണ് ഈ കുളച്ചൽ യുദ്ധ സ്മാരകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്തൂപം കണ്ടില്ലേ, അത് അവിടെ വെച്ചിട്ടുള്ളത്, കണ്ടോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഇതൊരു കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക്ക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചതാരായിരുന്നു? ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവർ ഈ രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഓക്കെ, മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഓക്കെ, ഡച്ചിൻ്റെ ഏറ്റവും ഡച്ചുകാരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഇത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ 742 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് ഇത്. ഓക്കെ, അപ്പോൾ അതിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക്ക് വാൻ പ്രീഡ് എന്നുള്ള ഒരു ഡച്ച് ഗവർണറാണ്. ഓക്കെ, അതിനെ സഹായിച്ചിട്ടുള്ളത് ഒരു മലയാളി മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു, അതായത് ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്ക് മലയാളത്തിലേക്ക് ഫസ്റ്റ് തർജ്ജമ ചെയ്തിട്ടുള്ളത് ആരാണ്? മലയാളം ആൻഡ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഡോക്ടർ KS മണിലാലാണ്. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ ചിത്രമാണ് ഇത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ കണ്ടിട്ടുള്ളൊരു ചിത്രമാണ്. ഇത് ഏത് പ്ലാന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ചൂണ്ടപ്പന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഓക്കെ, അതവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക കേട്ടോ, ഇവിടെ എഴുതാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് ആണ്. ഫ്രഞ്ചുകാരെ കുറിച്ചിട്ടാണ്. ആഫ്റ്റർ ദ ഡച്ച്, ദ ബ്രിട്ടീഷ് ആൻഡ് then the French came to India for trade. The wars fought between the British and the French for dominance in South India are known as the Carnatic Wars. The British won this war. As a result, French dominance was reduced to Pondicherry, that is Puducherry, Yemen, Karaikal and Mahi. ഓക്കെ,
അപ്പോൾ ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് ആരൊക്കെ? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ഈ യുദ്ധത്തിന് പറയുന്ന പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും നമ്മുടെ അതായത് ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ഈ യുദ്ധത്തിനെയാണ് എന്ന് പറഞ്ഞാൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം ഉണ്ടായത്. തൽഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യം എവിടേക്ക് പോയി? പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി, യാനം, അതുപോലെ തന്നെ കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി. ഓക്കെ, അപ്പം എന്താണ് ഈ കർണാട്ടിക് വാർസ് അതല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്? ഈ ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധത്തിന് പറയുന്ന പേരാണ് കർണാട്ടിക് വാർസ്, അതായത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, കണ്ടോ? ഇതിൽ പോർച്ചുഗീസുകാർ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ടെറിട്ടറീസ്, ഡച്ചുകാർ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ടെറിട്ടറീസ്, അതുപോലെ ഫ്രഞ്ചുകാർ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ടെറിട്ടറീസ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പോർച്ചുഗീസുകാർ ഏതൊക്കെയാണ്? കൊച്ചി, ഡാമൻ, ദിയു, ഗോവ. ഡച്ചുകാർ ഏതൊക്കെയാണ്? നാഗപട്ടണം, അഹമ്മദാബാദ്, ബറൂച്ച്, ചിൻസുര. അതുപോലെ ഫ്രഞ്ചുകാർ ഏതാ? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ. ഓക്കെ, ഇതൊക്കെയാണ് അവർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് ആധിപത്യം കിട്ടിയിരുന്നിട്ടുള്ള സ്ഥലങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്രം ട്രേഡ് ടു പവർ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. The English East India Company was established by the British in 1600 for trade with Asia. Okay. The representative of the company, Captain William Hawkins, obtained permission from the Mughal Emperor Jahangir to set up the factory in Surat, Gujarat. Okay, the company then started factories in different parts of India. After gaining dominance in Madras, Bombay and Calcutta, the company began to interface the administration of these territories. അതായത് ഈ കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ്. അപ്പോൾ അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്ത് അനുമതി നേടി. എന്നിട്ട് ഗുജറാത്തിലെ സൂറത്തിൽ അദ്ദേഹം ഒരു കച്ചവട താവളം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ആര്? വില്യം ഹോക്കിൻസ്. നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ടുള്ള വില്യം ഹോക്കിൻസ്. എന്നിട്ട് തുടർന്ന് എന്ത് ചെയ്തു? ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ചെന്നൈ, മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ അവർ എന്ത് ചെയ്തു? കുറേ കച്ചവട സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ സ്ഥാപിച്ചു. അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ആധിപത്യം നേടിക്കൊണ്ട് അവിടുത്തെ ഭരണത്തിൽ അവർ ഇടപെടാൻ തുടങ്ങി. ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇൻ ഇന്ത്യ വിത്ത് ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. The Nawab of Bengal, Siraj ud Daula, was defeated in this battle by the forces of the East India Company led by Robert Clive. The conquest of Bengal helped the British to bring other parts of India under their control. Land taxes in agriculturally rich Bengal helped the British build up the military power and raise money to conquer the rest of the country. With the Battle of Buxar in 1764, the company acquired the right to collect taxes in the provinces of Bihar, Bengal and Orissa. With that, the East India Company's administrative presence in India became stronger. The British defeated the combined forces of Mughal ruler Shah Alam II, the Nawab of Oudh, Shuja ud Daula, and Nawab of Bengal, Mir Qasim in this battle. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലാണ്.
അങ്ങനെ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ബംഗാളിലെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. അങ്ങനെ കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള, ബംഗാളിൽ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. മനസ്സിലായോ? ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ ഒരു വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് വാക്കുകൾ? സെൻഡ് മീ 2000 സോൾജിയേഴ്സ്, ഐ വിൽ കോൺക്വർ ഇന്ത്യ. അതായത് എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? അതായത് എന്താണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ അനൈക്യം, നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, എന്തൊക്കെയാണ്? ഡിസ്യൂണിറ്റി അമംഗ് ഇന്ത്യൻ പ്രിൻസലി സ്റ്റേറ്റ്, അതുപോലെ തന്നെ മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രീമസി ഓഫ് ദി ബ്രിട്ടീഷ്. ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലവനായിരുന്ന അദ്ദേഹം പറഞ്ഞത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചോളൂ, ഞാൻ ഇന്ത്യയെ സുഖമായിട്ട് പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ തന്നെ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് മെച്ചപ്പെട്ട സൈനിക സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് ദ കമ്പനി, അതായത് നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയത് നയതന്ത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ യുദ്ധങ്ങളിലൂടെയൊക്കെയാണ്. The princely states of India were subjugated by the British through wars and diplomacy. വാറിക്കൂടെയും യുദ്ധത്തിൽക്കൂടെയും അതുപോലെ തന്നെ നയതന്ത്രത്തിൽക്കൂടെയൊക്കെയാണ് ഈ കമ്പനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയത്. The Anglo-Mysore Wars were fought between the southern princely states of Mysore and the English East India Company. The Mysore army was led by Hyder Ali, who was the ruler of Mysore, and his son Tipu Sultan. The company army and the Mysore Sultan clashed 4 times. After Hyder Ali death in 1782, Tipu Sultan commanded the Mysore forces in the Fourth Mysore War of 1799. Mysore fell when Tipu Sultan was killed by the company forces. അതായത് ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജാവായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജാവായിരുന്ന മൈസൂരും അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ഓക്കെ, മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദർ അലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. മനസ്സിലായോ? ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ രാജ്യമായിരുന്ന മൈസൂരും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്നുള്ള യുദ്ധങ്ങളുടെ പേരാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. പിന്നീട് നമ്മുടെ ഹൈദർ അലിയുടെ മരണത്തോടെ ഉണ്ടായി ടിപ്പു സുൽത്താൻ സേനയെ നയിച്ചു. അതോടെ ടിപ്പു സുൽത്താനെ 1799 4ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ വധിച്ചു. അതോടെ മൈസൂർ ആരുടെ അധീനതയിലായി? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി.
അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ നിയന്ത്രണത്തിലാക്കി. ഇതുപോലെ തന്നെ മൈസൂർ തന്നെ പോലെ തന്നെ ഇവർ മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ എന്തായി, ഈ ബ്രിട്ടീഷുകാർ മറാത്ത പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. ഓക്കെ, ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂരും തമ്മിലുള്ള സതേൺ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് മൈസൂരും തമ്മിലുള്ള വാറാണ്. ഓക്കെ, അതിൽ മൈസൂർ ആർമി എന്ന് പറയുന്ന ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ സണ്ണാര ടിപ്പു സുൽത്താനുമായിരുന്നു. ഈ ഹൈദരാലിയുടെ ഡെത്തോട് കൂടിയിട്ട് ടിപ്പു സുൽത്താനാണ് പിന്നെ ആ സേനയെ നയിച്ചിരുന്നത്. പിന്നെ ടിപ്പു സുൽത്താൻ്റെ 1799 ടിപ്പു സുൽത്താൻ്റെ മരണത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ കമ്പനി ഫോഴ്സസ് ഇത് മൈസൂർ കീഴടക്കി. അതുപോലെ തന്നെ ആംഗ്ലോ മറാത്ത വാറുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആംഗ്ലോ മറാത്ത വാറുകൾ തേർഡ് ആംഗ്ലോ മറാത്ത വാറിലൂടെയാണ് മറാത്ത ടെറിട്ടറീസൊക്കെ ബ്രിട്ടീഷ് കൺട്രോളിലായത്. അതുപോലെ തന്നെ സിഖുകാരുടെ ആംഗ്ലോ സിഖ് വാസ് നടന്നിട്ടുണ്ട്. അതും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ സിഖുകാരെ പരാജയപ്പെടുത്തിയിട്ട് എന്തുണ്ടായി, പഞ്ചാബ് ഒക്കെ ബ്രിട്ടീഷുകാരുടെ റൂളിൻ്റെ കൺട്രോളിലായി, ബ്രിട്ടീഷ് കൺട്രോളിലായി. ഓക്കെ, ഈ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി സമ്പത്ത് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കൈക്കലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ സ്വീകരിച്ച പ്രധാന മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. അപ്പോൾ ദ എയിം ഓഫ് ദി ബ്രിട്ടീഷ് വാസ് ടു പ്രൊക്യൂർ മാക്സിമം വെൽത്ത് ഫ്രം ദ കോൺക്വേർഡ് ടെറിട്ടറീസ്. ഈ കോൺക്വേർഡ് ടെറിട്ടറീസിൽ നിന്നൊക്കെ മാക്സിമം വെൽത്ത് കളക്ട് ചെയ്യുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ എയിം എന്ന് പറയുന്നത്. മെത്തേഡ്, അതിനു വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡുകളാണ് ഏതൊക്കെ? ട്രേഡ്, വ്യാപാരം, ടാക്സ് കളക്ഷൻ, നികുതി പിരിവ്, അതുപോലെ തന്നെ വാർ, യുദ്ധങ്ങൾ. ഓക്കെ, ഇനി നമ്മളോട് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓഫ് ദി മെയിൻ ഈവൻറ്റ്സ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഡൊമിനൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ്സസ്. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യം സംബന്ധിച്ച പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് വരച്ചിട്ട് എഴുതാം കേട്ടോ. നമ്മൾ ടെക്സ്റ്റുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം കേട്ടോ. ഇതുവരെയുള്ളത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.